നിൽക്കുന്നത്. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് നമ്മൾ സഭയായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന വിഷയം അടിപ്പിണരിലാൽ സൗഖ്യം നൽകുന്ന ദൈവത്തെ കുറിച്ചാണ്. നമ്മളിവിടെ പാഠഭാഗമായിട്ട് നമ്മൾ വായിച്ചു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അനേക പ്രസംഗങ്ങൾ, അനേക സുവിശേഷ യോഗങ്ങൾ, അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതായ വേദഭാഗമാണ്. സൺഡേ സ്കൂൾ ക്ലാസ് തൊട്ട് നമ്മൾ പഠിച്ചു വന്ന വാക്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിന്റെ 5-ാമത്തെ വാക്യം ഞാൻ കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം വീണ്ടും പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രഭാതം മുതൽ ഈ പ്രദോഷം വരെ നീ കൂടെ ഇരുന്നു. എല്ലാ കൃപകളാലും നന്മകളാലും ഞങ്ങളെ പോറ്റി പുലർത്തി. കർത്താവേ, ഇന്ന് രാത്രി ഈ ഭവനത്തിന് തണൽ ഒരുമിച്ച് കൂടി നിന്റെ വചനത്തിന് കീഴിലിരിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ ലഭിച്ച ഈ അസുലഭ നിമിഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വചനത്തിന് കീഴിൽ ഞങ്ങൾ താണിരിക്കട്ടെ. വചനം ഏതാത്മാവിൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിൽ ഉച്ചരിപ്പാൻ തക്കവണ്ണം പാപിയായ അടിയനെ നീ ബലപ്പെടുത്തണമേ. അടിയന്റെ നാവിനോട് കൂടി ഇരിക്കണമേ. നിന്റെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും അടിയന്റെ വായിലെ വാക്കുകളും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. യെശയ്യാ പ്രവചനം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രവചന പുസ്തകമാണ്. വലിയ പ്രവാചകന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായ വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ. ഈ പ്രവചന പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വേദപുസ്തകത്തിൽ ആകെ 66 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നു. 39ഉം 27ഉം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട്. ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 66 പുസ്തകങ്ങളെ കുറിച്ചാണ്. ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയതായ ഈ വേദഭാഗം ഏകദേശം ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ യെശയ്യാ പ്രവാചകന്റെ ചുരുളിനെ പറ്റി ഒരു ഇത് യൂട്യൂബിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പലരും അത് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ചുരുള് കടലിന്റെ സമീപത്ത് നിന്ന് വർഷങ്ങൾക്ക് മുൻപ് അത് ലഭിച്ചതാണ്. ഏതാണ്ട് 24 അടി നീളമുള്ളതായ ചുരുള് ഇസ്രായേലിന്റെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നത് പ്രത്യേകം ഭൂമിക്കടിയിലുള്ളതായ സംരക്ഷണം ലഭിക്കുന്ന ഒരു അറയിലേക്ക് അത് മാറ്റിയിട്ട് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വചനത്തിന് എത്രമാത്രം ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേദപുസ്തകം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം മുതലോട്ടെ നമുക്ക് യേശുക്രിസ്തുവിനെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയെ പറ്റിയൊക്കെ അവിടെ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം വരും. വേദപുസ്തകം ഉടനീളം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 700 വർഷം മുൻപ് യെശയ്യാവ് പ്രവചിച്ചിരിക്കുകയാണ്. യേശു ഈ 53-ാമത്തെ അധ്യായത്തെ സുവിശേഷം 5-ാമത്തെ സുവിശേഷം എന്നവരെ വേദ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ യേശുവിന്റെ ജനനത്തെ പറ്റി കന്യകയിലുള്ള ജനനത്തെ പറ്റി 7-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നതിനെ പറ്റിയും 53-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കർത്താവിന്റെ വീടാനുഭവം കഷ്ടങ്ങളെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയും ക്രൂശീകരണത്തെ പറ്റിയും ഒക്കെ പ്രവചിക്കുന്നതായ ഒരു പുസ്തകമാണിത്. ഇതുപോലെ തന്നെ നമുക്ക് സങ്കീർത്തനം 22 യേശുവിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചും പീഡാനുഭവങ്ങളെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ വേദഭാഗമാണ് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ പോകുന്നതായ സമയത്ത്, രഥത്തിലിരുന്ന് പോകുന്ന സമയത്ത് വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരെ പറ്റിയാ പറയുന്നത്? പ്രവാചകനെ പറ്റിയാണോ അതോ മറ്റാരെ കുറിച്ചാണോ? അപ്പോൾ ഫിലിപ്പോസ് യേശുവിന്റെ സുവിശേഷം അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മുഴുവനായിട്ട് ഒരു ക്രൂശ് മരണത്തിന്റെ ചിത്രീകരണം കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ കുറിവാക്യത്തിലേക്ക് കടന്നു വരട്ടെ. 5-ാമത്തെ വാക്യത്തിൽ ആദ്യം ഇവിടെ പറയുന്നുണ്ട്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റതായ ഒരു വ്യക്തി, നാം മൂലം ശിക്ഷ അനുഭവിക്കുന്നതായ ഒരു വ്യക്തിയെ പറ്റി നമുക്കിവിടെ പ്രവാചകൻ പറയുകയാണ്. പ്രവാചകൻ മുന്നമേ പ്രവചിച്ചത് തന്നെ 2000 വർഷങ്ങൾക്ക് മുൻപേ അത് പ്രാവർത്തികമായി കഴിഞ്ഞു. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, ദൈവ തേജസ് ഇല്ലാതായി തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ ജനമേ,
നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് മറ്റൊരാൾ മുറിവേൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം കാഠിന്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏൽക്കേണ്ട മുറിവ് മറ്റൊരാൾ ഏൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം ഭാഗ്യകരമായ അനുഭവമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ധരിക്കുന്നതായ ഒരു വസ്ത്രത്തിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഒരു പാപം എത്ര ചെറുതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ വലിയ ക്രൂരമായ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മോഷണം നടത്തിയിട്ടില്ല, നമ്മൾ വലിയ വലിയ പാപങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ വിചാരിക്കും നമ്മുടെ പാപം എത്ര ചെറുതാണെന്ന്. എന്നാൽ നമ്മൾ ധരിക്കുന്നതായ ഒരു വസ്ത്രത്തില് ചെറിയ കറ വീണ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലും അതുപോലെയാണ്. ചെറിയ പാപമെന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, നമ്മൾ വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ അതില് ഒരു ചെറിയ ഒരു കറ വീണ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വെളിപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല. എല്ലാവർക്കും അത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പറ്റിയതായ പാപങ്ങൾ ദൈവത്തിൻ്റെതായ ദൃഷ്ടിയിൽ നമ്മളെ നോക്കുമ്പോൾ ചെറുതും വലുതുമെന്നില്ല, നാം പാപം ചെയ്തിരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എല്ലാവരും ഒരുപോലെ തെറ്റ് ചെയ്ത് പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. അതുപോലെ പാപം മൂലം നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ മുറിവേൽക്കപ്പെടുകയാണ്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പലരെയും നമ്മൾ തകർത്തിട്ടുണ്ടാവാം. എന്നാൽ നമ്മുടെ കാരണം നമ്മുടെ ദൈവം തകർക്കപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു. പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പുത്രൻ അവിടെ തകർക്കപ്പെട്ടു. ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളൊക്കെയും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു. ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു. ആടുകളെ പോലെ എന്ന് പറഞ്ഞാൽ തോന്നുന്ന വഴിയിലൂടെ ഓടിപ്പോകുന്ന പ്രകൃതം ആടിനുണ്ട്. അതിനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നമ്മൾ ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുക. പ്രിയമുള്ളവർ, ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ മൂലം എന്റെ കർത്താവ് തകർക്കപ്പെട്ടിട്ടുണ്ടോ? എന്റെ ദൈവം എന്റെ പാപങ്ങൾ മൂലം തകർക്കപ്പെട്ടവനാണോ? അവൻ ആ കാൽവരിയുടെ മുകളിൽ ശാരീരികമായി തകർക്കപ്പെട്ടു, മാനസികമായിട്ട് തകർക്കപ്പെട്ടു, ആത്മീകമായിട്ട് തകർക്കപ്പെട്ടു. 22-ാം സങ്കീർത്തനത്തിൽ അവൻ നിലവിളിക്കുന്നുണ്ട്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്താ? അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്താ? ഒരു പിതാവ് മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. താൻ സ്വന്തം സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചതായ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അവന്റെ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ സകലത്തിനും അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, ആദ്യ മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം പലവിധമായ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അവസാനമായിട്ട് അതുകൊണ്ട് രക്ഷപ്പെടാതെ വന്നപ്പോഴാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട്, ശിക്ഷയേൽക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി കാലം ശാന്തമായിട്ട് ചിന്തിച്ചാട്ട്, എന്റെ ദൈവമേ ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് നീ തകർക്കപ്പെട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അവന്റെ 3 ആണിമേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യ കാൽവരിയുടെ കുന്നിൽ അവൻ തൂക്കപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവന്റെ കൈകളിൽ ആണി അടിച്ചിറക്കുമ്പോൾ നമ്മൾ അരുതാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് അവന്റെ കയ്യിൽ ആണി അടിക്കപ്പെട്ടു, അവന്റെ കാലുകളിൽ ആണി അടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സഞ്ചരിക്കാൻ പാടില്ലാത്ത പാതകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയി. നമ്മൾ നടന്നു പോയത് തെറ്റായ പാതയിലൂടെയാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത പാതയിലൂടെ നടന്നു പോയപ്പോൾ കാൽവരയിൽ അവന്റെ കാലിന്മേൽ ആണി അടിച്ചിറക്കുകയാണ്. പ്രിയമുള്ളവരെ, അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചിട്ട് ഞാങ്ങൾ കൊണ്ട് അടിച്ചുറപ്പിക്കുന്നുണ്ട്. ആ മുള്ളുകൾ തലയിലേക്ക് തുളച്ചു കയറുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത ആലോചനകൾ, നമ്മുടെ സഹോദരനെ കുറിച്ച് പോലും നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് എങ്ങനെ അവനെ തകർക്കാം, എന്റെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവനെ എങ്ങനെ ഉപകരിക്കാമെന്ന് നാം ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ തലമേൽ ഒരു മുൾക്കിരീടം അടിക്കപ്പെട്ടു. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്നതാണ് നാവിലൂടെ സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവന്റെ വിലാപം കുത്തി തുറന്നു. അവസാന തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ ഊറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് നെടുമ്പാട് വീണിട്ട്
ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ഏറ്റുപറച്ചിലുണ്ടായിട്ട് നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. എത്ര വർഷമായിട്ട് നമ്മൾ നോമ്പ് തോൽക്കുന്നുണ്ട്, എത്ര വർഷമായിട്ട് ദൈവവചനം കേൾക്കുന്നുണ്ട്, എന്നാൽ ജീവിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ പറയുമ്പോൾ ആരും വിചാരിക്കരുത് എന്നെ ഒഴിവാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലുമല്ല. ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കുന്നുവെങ്കിൽ അത് എന്റെ കാര്യം തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ല മറ്റുള്ളവരുടെ കാര്യമല്ല. അതുകൊണ്ട് നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യാം. ആകേണ്ടതുപോലെ ആയിട്ടുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ തകർക്കപ്പെട്ടു, പൂർണ്ണ മനുഷ്യനായിട്ട്, കന്യകയിൽ ജാതനായ ദൈവം. ഒന്നാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ദൂത ആര് വിശ്വസിക്കും, ആരത് കേൾപ്പിക്കും? ദൈവത്തിന്റെ ഭുജം ആൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ വരണ്ട നിലത്ത് തളർത്തു വരുന്നതായി വേരൂന്നി വരുന്ന വൃക്ഷം പോലെ ഇരിക്കുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ കാലഘട്ടം നമുക്കറിയാം. അന്ന് റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലുള്ളതായ ഇസ്രായേൽ, അന്നത്തെ ഇസ്രായേൽ അല്ല, അന്ന് ഇസ്രായേൽ അല്ല, യെരുശലേം എല്ലാം റോമ പട്ടാളക്കാരുടെ അധീനതയിലാണ്. ദാവീദിന്റെ സിംഹാസനമൊക്കെ ശലോമോന് ശേഷം ഇസ്രായേൽ ജനം ചിതറപ്പെടി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി, അവർ അടിമകളാക്കപ്പെട്ടു. എന്നാൽ ഇവിടെ വരേണ്ട നിലമെന്ന് പ്രവാചകൻ 700 വർഷം മുമ്പ് പ്രവചിച്ചിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ഇത് കണ്ടതുകൊണ്ട് തന്നെയാണ്. അവൻ കണ്ടുകൊണ്ട് പ്രവചിക്കുകയാണ്, വരണ്ട നിലത്ത് അവൻ വിളർന്നു വരികാനായിട്ട് പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് അവൻ വളർന്നു വരുന്നത്? അവൻ വളർന്നു വരുന്ന പ്രതിസന്ധിയുടെ നടുവിലാണ്, മരുഭൂമിയുടെ അവസ്ഥയിലാണ്, വരണ്ട നിലമാണ്. എന്നാൽ അവിടെ ദൈവം അവനെ വളർത്തുവാൻ പോകുന്നത് ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ഒരു യാഗം അവൻ അർപ്പിക്കപ്പെടുവാനായിട്ട് പോകുകയാണ്. അവൻ 3 ആണിമേൽ തൂക്കപ്പെട്ടു. അവന്റെ ഇതിന്റെ അവസാന വാക്യത്തിൽ ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശാരീരികമായ ഒരു സൗഖ്യമല്ല ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നു. നോക്കുക, ആന്തരികമായ ഒരു സൗഖ്യം. നമ്മൾ മരിച്ചുപോയതായ അവസ്ഥയിൽ നമ്മുടെ നഷ്ടപ്പെട്ട ആത്മാവിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി ആന്തരികമായ ഒരു സൗഖ്യം. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 2:24 പ്രകാരം പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമായിരിക്കണം. പാപം മനുഷ്യനെ അകത്തു നിന്ന് തകർക്കുന്നതാണ്. പാപം പുറമേ തകർക്കുന്നതല്ല, അകത്തു നിന്ന് തകർക്കുന്നതായ പാപം നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുക. ഒരുവൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് വേദപുസ്തകം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവന്റെ അടിപ്പിണരാൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ പ്രകാരമായിരിക്കണം. ഒരു കുശവന്റെ കയ്യിൽ അവനൊരു പാത്രം നിർമ്മിക്കുമ്പോൾ അവന് ഉദ്ദേശിച്ച രീതിയിൽ ആ പാത്രം നിർമ്മിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവൻ അതിനെ ഉടച്ചു വാർക്കുന്നത് പോലെ, പുതിയൊരു പാത്രമാക്കി, നല്ലൊരു പാത്രമാക്കി മാറ്റുന്നത് പോലെ ഇന്ന് രാത്രി നമുക്കൊന്ന് ഉടയ്ക്കപ്പെടാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് തകർക്കപ്പെടാം. നമ്മുടെ ഹൃദയത്തെ ഒന്ന് വെട്ടി നുറുക്കാം. ഒരു കണ്ണുനീരോട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവേ, നിന്റെ അടിപ്പിണരുകളാൽ നീ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. ഞങ്ങൾക്ക് ആന്തരിക സൗഖ്യം വേണം, ഞങ്ങൾക്ക് ശാരീരിക സൗഖ്യം വേണം, ആത്മീയ സൗഖ്യം വേണമെന്ന് പറയുവാൻ ഇന്ന് രാത്രികാലം നമുക്കിടയാകണം. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാവിനെ നേടുവാൻ വേണം നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഈ നോമ്പില് നമ്മളായിരിക്കുമ്പോൾ എപ്രകാരം നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം നമുക്ക് തിരിഞ്ഞു നോക്കാം. എന്തുകൊണ്ടാണ് അവൻ അടിയേറ്റത്? എന്തുകൊണ്ടാണ് അവൻ തകർക്കപ്പെട്ടത്? അവൻ തകർക്കപ്പെട്ടത് നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ ഏറ്റതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ സമാധാനമില്ലാത്ത അവസ്ഥയിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സമാധാനത്തിനായിട്ട് ഒരു മനുഷ്യൻ തകർക്കപ്പെട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ ആണിമേൽ തൂക്കപ്പെട്ടിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട, ഒരു സങ്കോചവും വേണ്ട. ഇന്ന് രാത്രി അവന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്നുവെങ്കിൽ അവന്റെ അടിപ്പിണരുകളാലും സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യമേ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് സമാധാനം. പോകുമ്പോൾ അതുപോലെ തന്നെ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. യേശയ്യാവ് 700 വർഷം മുൻപ് പറയുകയാണ്, നിന്റെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപം ഒന്ന് അംഗീകരിച്ചാട്ട് ഇന്ന് രാത്രി ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ മതിയായവനാണ്. മറ്റുള്ളവർക്ക് നമ്മൾ കൊള്ളരുതാത്തവരായിരിക്കാം, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്തവരായിരിക്കാം. എന്നാൽ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണോ?
നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് സ്വന്തം പ്രാണനെ കൊടുത്താണ്. അപ്പോൾ ആ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവന് ഭോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെടുന്നവനോ അത് നിത്യജീവനാകുന്നു. അപ്പോൾ ഇന്ന് രാത്രി കാലം ഒന്ന് പാപിയാണെന്ന് അംഗീകരിക്കേ. കർത്താവേ, എന്റെ പാപം മൂലം 2000 വർഷങ്ങൾക്ക് മുൻപ് നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ യാഗമായെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഏറ്റു പറയുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ ലംഘനങ്ങൾ എന്നെ മറച്ചു വെച്ചില്ല. നമുക്ക് നമ്മുടെ പാപം ഒന്ന് ഏറ്റു പറയാം. ഞാൻ പാപിയാണെന്ന് അംഗീകരിക്കാം. പൗലോസ് പറയുന്നു, ആ പാപിയിൽ ഞാൻ ഒന്നാമനാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. നിന്റെ മകനെന്ന് വിളിപ്പാൻ ഒരു യോഗ്യതയില്ല, ഞാൻ പാപിയാ കർത്താവേ. ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എത്രയോ വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന വചനമാണ്. എന്നാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ക്രിയ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഈ യേശുവിന്റെ ത്യാഗത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. എന്തിനു വേണ്ടി അവൻ നമുക്ക് വേണ്ടി യാഗമായിട്ട് തീർന്നു? കാൽവറിയിൽ അവൻ യാഗമായിട്ട് തീർന്നെങ്കിൽ, പുത്രന്റെ രക്തം നമുക്ക് വേണ്ടി തന്നെങ്കിൽ അത് വലിയ വിലയാണ്, ഒരു ജീവന്റെ വിലയാണ്, വലിയൊരു വില. അവൻ മുഴുവനായിട്ട് ലോകത്തിന്റെ പാപത്തെ ചുമലിലേറ്റിക്കൊണ്ട് കാൽവറിയിലേക്ക് നടന്നു കയറിയപ്പോൾ ഞാൻ നിങ്ങൾ കേൾക്കേണ്ടതായ ശിക്ഷ അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു സംഭവ കഥ, ഒരു കഥ ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു ദേശത്തെ അവിടുത്തെ ജഡ്ജിയായിട്ട്, കോടതിയിൽ ജഡ്ജിയായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി, വളരെ സാമ്പത്തികമായ ഉന്നതയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ മകൻ ഏക മകനാണ്. അദ്ദേഹം മകനെ പഠിപ്പിക്കുവാനായിട്ട് വിദേശത്തേക്ക് വിട്ടു. എന്നാൽ വിദേശത്ത് പലവിധമായ കൂട്ടുകെട്ടിലൊക്കെ പെട്ട ഈ മകന് മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് ജീവിതം നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഈ മകനെ തിരികെ കൊണ്ടുവന്നു. എന്നാൽ നാട്ടിലേക്ക് വന്നതായ സമയത്ത് അവൻ വീണ്ടും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി. ഒരു ദിവസം അവർ കൂട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവന്റെ കാരണത്താൽ അവന്റെ സുഹൃത്ത് കൊല്ലപ്പെട്ടു. ഇവരുള്ളവരെ, സ്വന്തം പിതാവിന്റെ കോടതിയിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. പിതാവിന് മനസ്സിലായി സാഹചര്യ തെളിവുകളും എല്ലാ തെളിവുകളും സ്വന്തം മകനെതിരാണ്. ലാസ്റ്റില് ഈ മകനെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന സമയത്ത് സ്വന്തം പിതാവ് മകന് വേണ്ടി ശിക്ഷ എഴുതി വെച്ചിരിക്കുക. വിധിന്യായം അവിടെ വായിക്കുമ്പോൾ, വിധി പകർപ്പ് അവിടെ വായിക്കുമ്പോൾ അദ്ദേഹം ആ ജഡ്ജിയുടെ സീറ്റിൽ നിന്ന്, ചേംബറിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി പ്രതിയുടെ കൂട്ടിലേക്ക് കയറി നിൽക്കുക. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം പറഞ്ഞതായ ഒരു വാക്കിലാണ്, എനിക്ക് ഇനിയും ഈ മകന്റെ അത്രയും ആയുസില്ല, അവന്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങുവാനായിട്ട് പോവുകയാണ്. ഇനിയെങ്കിലും അവൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടും. അവന് ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ എന്നുള്ള ആ തീരുമാനത്തോടുകൂടി സ്വന്തം മകന് വേണ്ടി ആ പിതാവ് ശിക്ഷ ഏറ്റുവാങ്ങുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വർഗീയ പിതാവ് ഇതേ ക്രൂശാണ്. ഇതാണ് ക്രൂശിന്റെ സന്ദേശം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാക്കപ്പെട്ടപ്പോൾ നമ്മൾ ചെയ്ത ക്രിസ്തുവം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക അവൻ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ക്രൂശിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, ഈ ക്രൂശിനെ ജീവിതത്തിൽ സ്വീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് യാതൊന്നുമില്ല. മറ്റുള്ളവർ എന്ത് പറയട്ടെ, മറ്റുള്ളവർ എന്തൊക്കെ ചിന്തിക്കട്ടെ, നമ്മൾ ബോധ ചെയ്യേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ അവൻ മതിയായവനാണ്. അവൻ മുറിവേറ്റത് നമ്മൾ കാരണമാണ്. അവൻ തകർന്നത് നമുക്ക് വേണ്ടിയാണ്. അവൻ ശിക്ഷയേറ്റത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവന്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി നമുക്ക് കടന്നു വരാം. 33 ദിവസം നമ്മൾ നോമ്പ് നോക്കിയില്ലേ? നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ദൈവവചനം കേട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം സംഭവിച്ചു എന്ന് നമ്മളൊന്ന് ചോദ്യം ചെയ്താട്ടെ. 33 ദിവസം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ആയുസ്സിന്റെ ദിവസങ്ങൾ നമ്മൾ നോക്കണ്ട. അവസാന നിമിഷം വരെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. അവൻ കുരിശിന്മേൽ 2 കൈകൾ വിരിച്ചാണ് കിടക്കുന്നത്. നമ്മളെ മാറോട് ചേർത്തണയ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ 10 മടങ്ങ്, എത്ര മടങ്ങ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാവത്തില്ലായിരിക്കും. എന്നാൽ കർത്താവായ ദൈവം നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപേ, ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ കണ്ടിട്ട് അവൻ നമുക്ക് വേണ്ടി യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടു. ഇന്ന് രാത്രി കാലം നമുക്ക് നേൽപ്പിക്കാം. നമുക്ക് വേണ്ടി അവൻ തകർന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി അവൻ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി അവൻ അടിയേറ്റിട്ടുണ്ടെങ്കിൽ, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിച്ച് സ്വർഗീയ സമാധാനത്തിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഉള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേക അല്ലെങ്കിൽ അവസരം ഒരുക്കി തന്ന അച്ഛനോടുമായ പ്രത്യേക നന്ദിയോ
അറിയിച്ചു. ഞാൻ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കുക.